നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വകുപ്പ് ഡയറക്ടർ നീത കെ ഗോപാൽ. സ്വാഗതം മാഡം. മാഡം, നമ്മൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് തോന്നുന്നു. കേരളത്തിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കൊരു ചരിത്രമുണ്ടല്ലോ. ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1875 നമ്മൾ 150 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം. ഇത് 151ാമത്തെ വർഷമാണിത്. പക്ഷേ ഇന്ത്യയിലെ കാലാവസ്ഥയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാളും ഒത്തിരി പുറകോട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഈ ഓൾഡ് സ്ക്രിപ്റ്റ്സിൽ, അതായത് ഉപനിഷത്തുകളിലും മറ്റുമൊക്കെ ഈ കാലാവസ്ഥയെ പറ്റിയുള്ള ചില സൂചനകൾ, അതായത് കാലാവസ്ഥയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ കൃഷിയെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും സ്വാധീനിക്കുന്നതിനുള്ള പറ്റി കൃത്യമായ വ്യക്തമായ സൂചനകൾ നമ്മുടെ ഓൾഡ് സ്ക്രിപ്റ്റുകളിലുണ്ട്. അപ്പോൾ ഒന്ന്, ഈ കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന്, നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ അനുമാനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ശാസ്ത്രമാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാളിദാസൻ്റെ മേഘസന്ദേശം. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം മേഘസന്ദേശത്തിൽ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ സീസണൽ എന്താ പറയുക ഡയറക്ഷണൽ ചേഞ്ച് ഓഫ് വിൻഡ് അല്ലെങ്കിൽ ക്ലൗഡ്സിനെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മേഘസന്ദേശം, മേഘം പോകുന്ന ഡയറക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നുള്ള ആളുകൾ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. പിന്നെ IMDയുടെ മോട്ടോ ആദിത്യ ജായത വൃഷ്ടി, അത് എടുത്തിരിക്കുന്ന ഒരു ഉപനിഷത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദിത്യ ജായത വൃഷ്ടി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും മഴ ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ സൂര്യനാണ് എല്ലാ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുടെയും എനർജിയുടെ സോഴ്സെന്നും സ്രോതസ്സെന്നും അതിൽ നിന്നാണ് മഴ ഉത്ഭവിക്കുന്നതെന്നും അന്നുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളും അനാലിസിസുകളും അനുമാനങ്ങളും ഒക്കെ തുടങ്ങിയത് 150 വർഷങ്ങൾക്ക് മുൻപാണെന്ന് നമുക്ക് പറയാം. കാലാവസ്ഥയുടെ പ്രവചനം സംബന്ധിച്ച കാര്യത്തിൽ പലപ്പോഴും IMD പരിഹാസമൊക്കെ തന്നെയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള പ്രവചനങ്ങളൊക്കെ തന്നെയും വരുമ്പോൾ ആകാശത്ത് നോക്കി മഴ പെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ആളുകൾ പറയുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ വരാറുമുണ്ട്. അപ്പോൾ ഇതൊരു നിയതമായ ഒരു സംവിധാനത്തിലേക്ക്, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രവചനത്തിലേക്ക് എങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് എത്താൻ കഴിയുന്നത്? അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിനിമയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ത്തിലുണ്ടായിട്ടുള്ള ഒരു പെട്ടെന്നുണ്ടായൊരു വളർച്ച. നമുക്ക് നമ്മളുടെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള ഇത്രയും വളരെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായെന്ന് പറയാം. പിന്നീട് ഒന്ന്, എന്നും ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ നിരന്തരമായ നിരീക്ഷണങ്ങളും നിരന്തരമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ പിമ്പിൽ. ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന ഈ വെതർ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ അലേർട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് വെതർ അലേർട്ട് മാപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു ഫോമിലേക്ക്, ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലെ ഒരു റെയിൻഫോൾ അലേർട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ അലേർട്ടായിട്ട് വരുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നതിന് പിന്നിൽ ഒത്തിരി അധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, പല മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്രയും ഒരു ഭാഗം മാത്രമാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് മാപ്പ് മാത്രമാണ് പബ്ലിക്കിൽ വരുന്നുള്ളൂ, കാണുന്നുള്ളൂ. പക്ഷെ അതിന് മുൻപിൽ ഒരു വലിയൊരു നിരീക്ഷണ ശൃംഖലയുണ്ട്, വലിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റമുണ്ട്, ഒരു റിസർച്ച് മെക്കാനിസം ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ IMDയിൽ തന്നെ ഏകദേശം 5000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ മറ്റു ഓർഗനൈസേഷൻസ്, പ്രത്യേകിച്ചും റിസർച്ച് ഓർഗനൈസേഷൻസായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെ, അല്ലെങ്കിൽ നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം വെതർ റേഞ്ച് ഫോർകാസ്റ്റിംഗ് നോയിഡയിലുള്ള ഉണ്ട്. പിന്നെ സമുദ്ര ശാസ്ത്രത്തെപ്പറ്റി ഇൻകോയിസ്, കടലാക്രമണവും, അതെ, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ ചേർന്നതാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്.
അതിലെ ഒരു എന്താ പറയുക പബ്ലിക് ഫ്രണ്ടാണ് ഈ വെതർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പബ്ലിക് ഫ്രണ്ടാണ് IMD എന്ന് പറയുന്നത്. അപ്പോൾ IMD ആണ് ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഓർഗനൈസേഷൻ. പിന്നീട് ഇതിൻ്റെ പല വിഭാഗങ്ങളിലേക്കുള്ള ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പലതും IMDയിൽ തന്നെയാണ് തുടങ്ങിയത്, പക്ഷേ സെപ്പറേറ്റ് ഔട്ട് ചെയ്തു. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫോക്കസും ഒരു ഡെവലപ്മെൻറ്റും വരാൻ വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള ഈ നിരീക്ഷണങ്ങളും അപഗ്രഥനങ്ങളും റിസർച്ചും ഒക്കെ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശ്രമമുണ്ട്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള ഏറ്റവും ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അഡോപ്ഷൻ അല്ലെങ്കിൽ അത് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ ഇതിൽ നമ്മുടെ സർവീസസിലേക്ക് അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് അതിനുള്ള സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം അത്രയും കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്നതിൽ ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു തമാശ മട്ടിൽ കാണേണ്ട കാര്യമല്ല ഇപ്പോൾ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പണ്ടൊക്കെ അതൊരു ശരിയാണ്, നമ്മളൊരു പ്രത്യേകിച്ച് നമ്മൾ മാനുവൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിലൊരു 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മൾ വെതർ ചാർട്ട് നമ്മൾ ഒരു ചാർട്ട് പ്ലോട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, അനലൈസ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടിട്ട് ഈ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന നിരീക്ഷണങ്ങളിൽ നിന്നും മറ്റും പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ളൊരു പാറ്റേണുകളൊക്കെ ഉണ്ട്. ഓരോ വെതർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു വിൻഡ് പാറ്റേൺ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് മഴ എവിടെയായിരിക്കും, മഴ പെയ്യാതിരിക്കുന്ന എവിടെയായിരിക്കും, ഇങ്ങനെയുള്ളൊരു ഏകദേശ ധാരണ എല്ലാ വെതർ ഫോക്കാസ്റ്റർമാർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ നമ്മൾ ഫോക്കാസ്റ്റേഴ്സ് അതിൻ്റെ മാനുവലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിന് വളരെ ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ഫോക്കാസ്റ്റാണ് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെയും കൊടുത്തിട്ടുണ്ടായുള്ളൂ. പിന്നെ അതിനുശേഷം അപ്പോൾ അതിന് നമ്മൾ അത്രയും വലിയ സൂക്ഷ്മമായിട്ട് ലോക്കലൈസ്ഡ് ആയിട്ടൊന്നും പറയാനുള്ളൊരു കഴിവ് അന്നത്തെ ആ ഒരു മെത്തേഡിനുണ്ടായിരുന്നു. ആ മെത്തേഡിൻ്റെ ഒരു കുറവായിരുന്നു അത്. അതിനുശേഷമാണ് ഈ കമ്പ്യൂട്ടറുകളുടെയും ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസ് എന്ന് പറയും, അതിൻ്റെയൊക്കെ ഒരു വ്യാപകമായ ഉപയോഗം മാത്രമല്ല അതിലേക്ക് വേണ്ടുന്ന എന്താണ് കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളുടെ ഒരു നമുക്ക് ശക്തി കൂടിയ അല്ലെങ്കിൽ വേഗത കൂടിയ കമ്പ്യൂട്ടറുകളൊക്കെ വന്നതിന് ശേഷം ഈ നമ്മൾ ഈ നമ്മൾ അന്തരീക്ഷത്തിനെ ഒരു എന്താ പറയുക നമ്മളൊരു എയറിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ വായുവിൻ്റെ ഒരു സഞ്ചാരത്തിലെ പ്രവാഹം എന്ന് കണക്കാക്കിയാൽ അതിനെ ഒരു ഫിസിക്സും മാത്തമാറ്റിക്സും ഉപയോഗിച്ചിട്ട് അന്തരീക്ഷത്തിന് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ വെതർ ചാർട്ടുകളിലൊക്കെ വരുന്ന ആ ഒബ്സർവേഷൻ തന്നെ ഇൻപുട്ടായിട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിലെ ഡാറ്റയായിട്ട് കൊടുത്തുകൊണ്ട് ഈ ഇക്വേഷൻസ് നമ്മൾ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സോൾവ് ചെയ്ത് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിലെയൊക്കെ കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ മോഡലുകളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കഴിവുകൾ, അതായത് ശക്തി കൂടിയത്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിലും റെപ്രസെൻറ്റേഷനിലും മറ്റ് ഈ വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, സങ്കേതങ്ങളൊക്കെ വികസിക്കുക. ഇതെല്ലാം കൂടി ഒരു ഏകദേശം ഒരു 2000-ന് ശേഷമാണ് വളരെ പ്രകടമായ രീതിയിൽ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനൊക്കെ എൻ്റെ സർവീസിൻ്റെ തുടക്കത്തിൽ പല കളറിലുള്ള കളർ പെൻസിലുകളൊക്കെ ഉപയോഗിച്ച് ചാർട്ടുകൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്തിരുന്ന ഒരു കാലത്തിൽ നിന്നാണ് ഞാനൊക്കെ വരുന്നത്. അപ്പോൾ അന്നത്തെ അതിന് പ്രവചന സാധ്യതയൊക്കെ വളരെ കുറവാണ്. ആ കാലത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലും അല്ലെങ്കിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിലെ ഒരു സാധ്യതയും ഇന്നത്തെ കാലത്ത് വരുന്ന സമയത്തുള്ള ഒരു മാറ്റവും അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അപ്പോൾ അത് നമ്മൾ ഈ പ്രവചനത്തിൻ്റെ ആക്യുറസി കുറവായിരുന്നുള്ളൂ. പക്ഷേ എപ്പോഴും അതെല്ലാം നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ കാലാവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ മാനുവലായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആണ് നമ്മൾ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് തന്നെ ഒരു ക്രമമായ രീതിയിൽ ഇത് തുടങ്ങിയതിൻ്റെ കാരണമായിട്ട് പറയുന്നത് തന്നെ നമുക്ക് ബംഗ്ലാദേശിലുണ്ടായിട്ടുള്ള വലിയ 2 ചുഴലിക്കാറ്റുകളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡ്രൗട്ട്, ഒരു ബംഗാൾ ഫാമിൻ എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുന്നത്. കാരണം ആ ഡ്രൗട്ട് പീരീഡിന് ശേഷം വന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ക്ഷാമകാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ
പ്രകൃതിയിലുള്ള ഈ വിപത്തുകൾ മഹാദുരന്തങ്ങളായി മാറിയതുകൊണ്ട് അപ്പോഴാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാലാവസ്ഥ നിരീക്ഷിക്കാമെന്നുള്ളൊരു ആവശ്യം അന്നത്തെ ഗവൺമെൻറ്റിന് തോന്നുകയും അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട രീതിയിലൊക്കെ പലരും ഈ കാലാവസ്ഥാ കുതികുകളും അല്ലെങ്കിൽ അവർ സ്വന്തം കാര്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നവർ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒബ്സർവേറ്ററികളൊക്കെ തുടങ്ങുകയും കൽക്കത്തയിലാണ് ഏറ്റവും ആദ്യത്തെ ഒബ്സർവേറ്ററി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടൊരു പ്രവർത്തനം തുടങ്ങുക എന്നുള്ള സങ്കല്പത്തിലാണ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും എന്താ പറയുക മുൻപോട്ട് പോകുന്ന ഒരു സയൻസാണിത്. ഇപ്പോൾ എപ്പോഴും മുന്നോട്ട്, കാരണം ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ 100% സക്സസ്സിൽ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇനിയും നമുക്ക് ഒത്തിരി ഡെവലപ്മെൻറ്റ് നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പ്രോഗ്രാം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ആണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ വന്ന സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയൊക്കെ നമ്മളെ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അറിവുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിൽ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് രണ്ടും കൂടി സമന്വയിച്ചു പോയപ്പോൾ ഫോർകാസ്റ്റിലെ ആക്യുറസി കൂടി നമുക്ക് നേരത്തെ നമ്മൾ കേരളത്തിൽ മൊത്തമായിട്ടൊരു വാണിംഗ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് 14 ജില്ലകളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടിയെങ്കിലും ഒക്കെ ഒന്ന് ഒരു സബ് ഗ്രേഡ് അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയൊരു സ്കെയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 2025 മൺസൂൺ ദിവസങ്ങൾക്ക് മുമ്പേ എത്തി. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അങ്ങനെ ഒരു മൺസൂൺ നേരത്തെ കേരളത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതെന്താണ് അങ്ങനെ ഒരു ചേഞ്ച് കാലാവസ്ഥയിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അത് കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ നമ്മൾ ഈ ജൂൺ 1 എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫിഗറാണ്, സ്കൂൾ തുറക്കുന്ന ദിവസം. അപ്പോൾ അതൊരു നമ്മൾ പല വർഷത്തെ 30 വർഷത്തെ എടുക്കുകയാണെങ്കിൽ പല വർഷങ്ങളിലെ ഓൺസെറ്റ് ഡേറ്റ് നോക്കുമ്പോൾ അത് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ ആവറേജ് ഡേറ്റ് എടുക്കുകയാണെന്നെങ്കിൽ എന്ന് പറയുന്ന പോലെയാണത്. അപ്പം ചില വർഷങ്ങളിൽ നേരത്തെ വന്നിട്ടുണ്ടാകും, ചില വർഷങ്ങളിൽ വൈകിയായിരിക്കും വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മളൊരു ആവറേജ് പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആവറേജ് ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ജൂൺ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം മെയ് 24 മൺസൂൺ വന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അത്രയും നേരത്തെ വന്നതെന്നുള്ളത് ശരിയാണ്. പക്ഷേ കൃത്യമായിട്ട് എല്ലാ ദിവസവും ജൂൺ 1 തന്നെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇത് മൺസൂണിനെ പറ്റി കുറച്ചുകൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ മനസ്സിലാകും. കാരണം ഈ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നാണ്. അത് ഭൂമധ്യരേഖ കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മുടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വന്നു പിന്നെ നമ്മുടെ കരപ്രദേശമായിട്ട് ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും എൻട്രി പോയിന്റ് എന്നുള്ളതിനെയാണ് കേരളമായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിലാണ് മൺസൂൺ കരയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു കൃത്യമായ ഒരു എന്താ പറയുക കണക്കിനും ഒരു അവലോകനത്തിനും പിന്നീടുള്ള അനാലിസിസിനും ഒക്കെ വേണ്ടിയിട്ടാണ് മൺസൂൺ ഓൺസെറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ കമ്പാരിസനൊക്കെ അത് ഉപയോഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള വായു ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടന്ന് അത് മേഘങ്ങളൊക്കെ രൂപപ്പെട്ട് മഴയായി വരുന്നു. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ഈ വായുവിൻ്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് മഡഗാസ്കർ അതിന് സമീപമുള്ള തെക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിലെ ഒരു ആൻറ്റി സൈക്ലോണാണ്. അതായത് നമ്മൾ സൈക്ലോണിൻ്റെ വിപരീത ദിശയിലുള്ളൊരു സംഭവം. അപ്പോൾ അവിടെ നിന്നാണ് ഈ കാറ്റ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ആൻറ്റി സൈക്ലോണിൻ്റെ ഒരു പ്രഷറിൻ്റെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ഇതിനൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും അവിടെ നിന്നുള്ള വായുവിൻ്റെ ഉത്ഭവവും അല്ലെങ്കിൽ ഇത് എത്ര ശക്തിയിൽ വരുന്നു എത്ര വേഗം വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മൺസൂൺ കേരളത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രമല്ല മൺസൂൺ എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു റീജിയണൽ സ്കെയിലിൽ നിന്ന് തന്നെ പറഞ്ഞ പോലെ ഒരു പക്ഷേ നമ്മൾ ഗ്ലോബൽ സ്കെയിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രതിഭാസമാണ് മൺസൂൺ. അപ്പോൾ നമ്മളതിൻ്റെ ബെനിഫിഷ്യറീസാണ്. കാരണം നമുക്ക് ഈ കഠിനമായ വേനലൊന്നും നമ്മൾ അനുഭവിക്കാതിരിക്കുന്നത് ഈ മൺസൂൺ ക്ലൗഡ്സ് നമുക്കുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും ഈ ഒരേ സമയത്ത് തന്നെ ചൂടും അതേസമയം തന്നെ മഴയും ഒക്കെ തന്നെയും സംസ്ഥാനത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വെല്ലുവിളിയെ മറികടക്കുക എന്നുള്ളത് IMDയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദൗത്യം കൂടിയാണ്. ആ ഒരു ചലഞ്ചിനെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിരീക്ഷണങ്ങൾ കൂടുന്തോറും നമ്മളുടെ ഈ ഫോർകാസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മോഡലുകളിലേക്ക് പോകുന്ന ഡാറ്റയുടെ എണ്ണം കൂടും. അപ്പോൾ വരുന്ന ഫോർകാസ്റ്റിൻ്റെ ആക്യുറസി കുറച്ച് കൂടും, കൃത്യത കുറച്ചുകൂടി കൂടും. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഫോർകാസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പല ടൈം സ്കെയിലിൽ, അതായത് പല കാലയളവിലുള്ള ഫോർകാസ്റ്റുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം മൺസൂണിൻ്റെ തന്നെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ
മൺസൂൺ കാലത്തെ മഴ എത്ര ഉണ്ടാവും, ശരാശരിയിൽ കൂടുതലാണോ കുറവായിരിക്കുമോ അതോ ശരാശരി ആയിരിക്കുമോ എന്നുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ ഏപ്രിൽ 15 ഒരു അവലോകനത്തിലാണ് അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിൽ കൂടിയാണ് അത് IMD പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഓരോ മാസവും, ഇപ്പോൾ 4 മാസമാണ് നമുക്ക് മൺസൂൺ, പിന്നെ ഇവിടെ വരുന്ന ഓരോ മാസവും എങ്ങനെ ഇരിക്കും എന്ന് പറയും. പിന്നെ അതിനുശേഷം അത് മന്ത്ലി ഔട്ട്ലുക്ക് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഒരു സീസണൽ ഫോക്കാസ്റ്റ്, പിന്നെ ഒരു മന്ത്ലി ഔട്ട്ലുക്ക് 30 ദിവസത്തെ വാലിഡിറ്റിയിൽ, പിന്നെ അതിനുശേഷം ഒരു എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോക്കാസ്റ്റ്, അതൊരു ദൈർഘ്യം കൂടിയ ഒരു ഫോക്കാസ്റ്റ് എന്നുള്ള ഒരു 15 ദിവസത്തെ ദൈർഘ്യമാണ് അതിന് പറയുന്നത്. അപ്പോൾ 2 ആഴ്ച, ഒന്നാമത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ചയും കേരളത്തിന് എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോക്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. അപ്പം വരുന്ന ആഴ്ചകളിൽ ഏകദേശം കേരളത്തിലെ മഴ, താപനില ഇതൊക്കെ എങ്ങനെയിരിക്കും അത് വളരെ ക്വാളിറ്റേറ്റീവായിട്ടാണ് പറയുന്നത്. അതായത് ശരാശരിയാണോ, ശരാശരിയിൽ കൂടുതലാണോ, ശരാശരിയിൽ കുറവാണോ, ഇത്രയും ഇൻഫർമേഷനാണ് അപ്പോൾ കിട്ടുക. അതുപോലും പ്ലാനിങ് സ്റ്റേജിലൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ മീഡിയം റേഞ്ച് ഫോക്കാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു 7 ദിവസത്തെ ഫോക്കാസ്റ്റ് നമ്മൾ ഡെയിലി വെതർ ബുള്ളറ്റിൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 7 ദിവസത്തെ ഡേ 1, 2, 3, 4, 5, 6, 7 7 ദിവസം വരുന്ന 7 ദിവസങ്ങളിൽ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് പിന്നെ അതിനുശേഷമാണ് നമ്മൾ വിവിധ തരത്തിലുള്ള വാണിങ്ങുകളും അലേർട്ടുകളും കൊടുക്കുന്നത്. ഇതെല്ലാം ഫോർകാസ്റ്റ് നമ്മൾ പറയും. വാണിങ്ങുകൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജില്ല തിരിച്ചിട്ടുള്ള 5 ദിവസത്തെ റെയിൻഫോൾ അലേർട്ടുകളാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫിഷർമെൻ വാണിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ ശക്തിയായ കാറ്റിന് സാധ്യത, അതെ, ഇടിമിന്നലിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള, അതിനാണ് മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏതെല്ലാം വെതർ ഹസാർഡുകളുണ്ടോ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള വാർണിങ്ങുകൾ നമ്മൾ കേരളത്തിൽ ഏതൊക്കെയാണോ റെലവൻ്റ് ആയിട്ടുള്ള അതിനുള്ള എല്ലാ വാർണിങ്ങുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഴ തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ വാർണിംഗ് മാപ്പിൽ എപ്പോഴും നമ്മൾ കാണുന്നത് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വാർണിംഗ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രത്യേകിച്ച് താപനിലയ്ക്കുള്ള വാർണിംഗ് നമ്മൾ കാണും. അതിനൊപ്പം തന്നെ ഇടിയോട് കൂടിയ മഴയ്ക്കുള്ള അലേർട്ടുകളും കാണും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത് ഒരു ഉച്ചയ്ക്ക് 2:30 മണിയോടടുത്താണ്. അപ്പോൾ അത് ഇടിയോട് കൂടിയ മഴ തുടങ്ങുന്നത് ഒരു 4 മണി 5 മണി ആ സമയത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന് ശേഷം. അപ്പോൾ ഏറ്റവും പീക്കായിട്ടുള്ള ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഇടിയോട് കൂടിയുള്ള മഴ വരുന്നത്. അപ്പോൾ ഒരേ ദിവസം തന്നെ നമുക്ക് താപനിലയ്ക്കുള്ളതും അല്ലെങ്കിൽ ഇടിയോടുകൂടി മഴയ്ക്കുള്ള ഈ 2 വാർണിങ്ങൾ ഒരേ സമയത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൂടാതെയാണ് നമ്മൾ ഈ നൗകാസ് എന്ന് പറയുന്ന ഓരോ 3 മണിക്കൂറിലുമുള്ള അലേർട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഇനി വരുന്ന അടുത്ത 3 മണിക്കൂറിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഇത്ര ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മിതമായ കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇടിമിന്നൽ സാധ്യത, മഴയുടെ സാധ്യത, കാറ്റിൻ്റെ സാധ്യത, ഇങ്ങനെ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇടിമിന്നലിനും കാറ്റിൻ്റെയും ഉള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പോകുന്നത് നൗകാസ്റ്റിൽ കൂടിയാണ്. അപ്പോൾ ഈ 3 മണിക്കൂറിലെ മഴ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും അത്ര എന്താ പറയുക ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കില്ല. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാം 3 മണിക്കൂറിലുമാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ VVIP ഫോക്കാസ്റ്റുകളിലുള്ളപ്പോൾ അല്ലെങ്കിൽ അവരുടെ വിസിറ്റുകളുള്ളപ്പോൾ മാത്രമാണ് ഓരോ മണിക്കൂറിലും നമ്മൾ ഫോക്കാസ്റ്റ് കൊടുക്കുക, ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നൗകാസ്റ്റിന് വേണ്ടിയിട്ട് റഡാറിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റെയിൻ ഗേജസിൽ വരുന്ന റെയിൻഫോൾ ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ മറ്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ നമുക്ക് കാറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷനും കിട്ടും, ടെമ്പറേച്ചർ കിട്ടും, ഇതെല്ലാം കിട്ടും. പക്ഷേ അതിൽ നിന്നും അപ്പോൾ ഓരോ 15 മിനിറ്റിൽ നമുക്ക് ഒബ്സർവേഷൻ കിട്ടും. റഡാറിലും ഒരു 15 മിനിറ്റിൽ നമുക്ക് ഒബ്സർവേഷൻ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ നൗകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് കവർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റിൻ്റെ ചില പ്രോഡക്ട്സ് ഉണ്ട്, അത് ഉപയോഗിക്കും. അപ്പോൾ ഈ 3 മണിക്കൂറിനകത്ത് എന്തെങ്കിലും വളരെ പ്രകടമായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു അപകടകര രീതിയിലേക്ക് ഈ തണ്ടർ ക്ലൗഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. അത് 3 മണിക്കൂർ കഴിഞ്ഞാലേ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ ടൈം പീരീഡാണ്. കാരണം ഇപ്പോൾ വരുന്ന ഈ കാറ്റും മഴയൊക്കെ 1.5 മണിക്കൂർ അല്ലെങ്കിൽ
2 മണിക്കൂർ കൊണ്ട് അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന കൂടുതൽ കാറ്റൊക്കെ തന്നെയും സംസ്ഥാനത്ത് കിട്ടുന്ന പ്രത്യേകിച്ചും ഒരു പ്രതിഭാസം ആണ്. അതാണ് ഇപ്പം പ്രത്യേകിച്ച് ഈ നമ്മൾ വേനൽ മഴ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം ശാന്തമാകും. അപ്പോൾ ഈ 3 മണിക്കൂറിനകത്ത് പലപ്പോഴും നമുക്ക് നൗകാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് റഡാർ പിക്ചറും മറ്റു ഒബ്സർവേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ക്ലൗഡുകൾ എങ്ങോട്ടാണ്, ഈ ഇടിമേഘങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നനുസരിച്ചിട്ട് പ്രത്യേക ഒരു സഞ്ചാര ദിശയൊക്കെ ഉണ്ട്. നമ്മൾ ആ റഡാറിൻ്റെ ആനിമേഷൻ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൽ ഈ സഞ്ചാര ദിശ നോക്കിക്കൊണ്ട് നമുക്ക് ഏത് ജില്ലയിലേക്കാണ് അത് മാറുന്നത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നൗകാസ്റ്റിനോട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാറുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ വളരെ അപകടകരമായ ഈ കാലാവസ്ഥയെ പല കാലയളവുകളുള്ള ഫോർകാസ്റ്റുകളും അലേർട്ടുകളും വാണിങ്ങുകളും കൊണ്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ സന്ദേശം നമ്മൾ പുറപ്പെടുവിക്കുന്നു, നമ്മളുടേതായ ചാനലുകളുണ്ട്. എന്നിരുന്നാൽ കൂടിയും KSDMA ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഒഫീഷ്യലി ഈ മെസ്സേജുകൾ ആളുകളിലേക്കും ജനങ്ങളിലേക്കും മറ്റ് അധികാരികളിലേക്കും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന എല്ലാവരിലേക്കും ഈ മെസ്സേജ് അവരുടെ മറ്റ് ഇൻ്റർപ്രിട്ടേഷൻസും എല്ലാം ചേർത്തുകൊണ്ട് KSDMA ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. കേരളം ചുട്ടുപൊള്ളുകയാണ് മാഡം. അപ്പോൾ ഇനി എത്ര ദിവസം കൂടി ഇങ്ങനെ ഒരു ചൂട് തുടരും? എന്താണ് ഇങ്ങനെ ഇത്രയും അധികം ചൂട് ഈ ഒരു സമയത്ത് ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ എന്താണ് രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളും മുന്നണികളും അവരുടെ നേതാക്കളുമൊക്കെ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, ദൗർഭാഗ്യകരം എന്ന് പറയാം. നമ്മുടെ എല്ലാ ഇലക്ഷൻസും ഈ കൊടും വേനലിലാണ് നടക്കുക. നമ്മുടെ മന്ത്രിസഭ തുടങ്ങിയ സമയം അതായിപ്പോയി. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മീനമാസം അല്ലെ നമ്മുടെ മലയാള മാസ കണക്കിൽ പറഞ്ഞ് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് മീനമാസമാണ് നമ്മുടെ ഏറ്റവും വേനലിൻ്റെ ഏറ്റവും കാഠിന്യം കൂടിയ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഏകദേശം നമുക്ക് സൂര്യൻ്റെ നേരെ മുകളിൽ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഏറ്റവും താപം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും എനർജി കൂടിയ ചൂട് കൂടിയ തരംഗങ്ങളാണ് നമുക്ക് ഈ സമയത്ത് കേരളത്തിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്താൽ പോലും ആ മഴമേഘങ്ങളൊക്കെ ഒഴിവായി കഴിയുമ്പോൾ രാവിലെ മുതൽ വീണ്ടും ആകാശം തെളിയുമ്പോൾ വീണ്ടും ചൂട് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ സമയത്ത് ഈ ചൂട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വേനലിൻ്റെ കടുപ്പം പിന്നൊന്ന് കേരളത്തിൽ പൊതുവെ ചൂട് കൂടി വരുന്നൊരു ട്രെൻഡ് നമ്മൾ കുറച്ച് വർഷത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോൾ എപ്പോഴും വേനൽക്കാലം എന്ന് പറയുന്നത് ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് നമ്മൾ ഈ ക്ലൈമറ്റോളജിക്കൽ ഹിസ്റ്റോറിക്കൽ വാല്യൂവിനേക്കാളും കുറച്ച് ഹയർ സൈഡിലായിരിക്കും എപ്പോഴും. പിന്നെ ഈ വർഷം നമുക്ക് വേനൽമഴ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ചൂട് കൂടിയാലും ചൂട് കൂടി വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അടുത്ത മഴ വരും. അപ്പോൾ അതിനുശേഷം നമുക്ക് മഴ അവിടെ പാലക്കാടൊക്കെ പെയ്തു. ഇപ്പോൾ ഇന്നും അവിടെ ക്ലൗഡ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും. അതായത് ചൂട് കൂടി വരുമ്പം കൂടുമ്പോഴാണ് വായു മുകളിലേക്ക് പോകുന്നു, അന്തരീക്ഷം ചൂടായി പോകുന്നു, വായു തണുക്കുന്നു, മഴ പെയ്യുന്നു. അപ്പോൾ അവിടെ മഴ പെയ്ത ഭൂമി തണുക്കുന്നു. അപ്പോൾ ഇതെപ്പോഴും ഒന്നിനെ ഒന്ന് എന്താ പറയുക പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിനെ ഇല്ലാതാക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ മഴ പെയ്താതെ ചൂട് ഇല്ലാതാക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ പേടിക്കേണ്ട രീതിയിലേക്കുള്ള ചൂട് കൂടില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം നമ്മുടെ വേനൽക്കാലമാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെയുള്ളൊരവസ്ഥ വരണമെങ്കിൽ നമുക്ക് മഴക്കാലമാവണം ശരിക്കും ഭൂമിയൊന്ന് തണുക്കണമെങ്കിൽ. ഇതിപ്പോൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട്, അതായത് ഒരു പഞ്ചായത്ത് മഴ പെയ്യും, അടുത്ത പഞ്ചായത്ത് മഴ പെയ്യുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള മഴ മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒന്നും അന്തരീക്ഷം തണുക്കാനുള്ള ഒരു സാഹചര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഴയില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ ആർദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ കൂടിയ ചൂടിൻ്റെ 37 ഡിഗ്രി അല്ലെങ്കിൽ 38 ഡിഗ്രി ചൂടിൻ്റെ കൂടെ നല്ല ഹ്യൂമിഡിറ്റിയും കൂടി ഉള്ളപ്പം അസഹനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. പക്ഷേ നമ്മൾ ഹീറ്റ് വേവിലേക്ക് ഇപ്പോൾ 42 ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം IMDയുടെ ഈ ഏപ്രിലേക്കുള്ള ടെമ്പറേച്ചർ ഔട്ട്ലുക്കിലും നമുക്ക് ബിലോ നോർമൽ ടെമ്പറേച്ചേഴ്സാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം മഴ കൂടുതൽ, സാധാരണയിൽക്കാൾ അല്പം കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഏപ്രിലിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു
പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് താപനില ഉയരില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള താപനില ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകും. യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ ഇങ്ങനെ വെച്ചാണല്ലോ സ്വാഭാവികമായും ചൂടിനെയും അതോടൊപ്പം തന്നെ മഴയെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി ഇതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുകയും ചെയ്യുന്നത്. ഇത് നമ്മളൊരു പക്ഷേ ഇപ്പോൾ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു പക്ഷേ ഓറഞ്ച് അലർട്ടിലേക്ക് കവിഞ്ഞ് മഴ പെയ്യുമ്പോഴൊക്കെ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി സ്വീകരിക്കാൻ കഴിയുന്നൊരു സ്ഥിതി ഉണ്ടാകുമോ? കാരണം കൃത്യമായി നമ്മളെ പ്രവചനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ കിട്ടുന്ന സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ഒരു പൊരുത്തക്കേടും ആളുകൾക്കൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് മാഡത്തിൻ്റെ ഒരു വിലയിരുത്തൽ? അതിനാണ് നമ്മൾ നൗകാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ 24 മണിക്കൂറിൽ എത്ര മഴ കിട്ടും എന്നുള്ളതിൻ്റെയാണ് നമ്മൾ ഈ യെല്ലോ അലേർട്ട്, സപ്പോസ് യെല്ലോ അലേർട്ടിന് കാര്യം പറഞ്ഞാൽ 24 മണിക്കൂറിൽ 12 സെൻറ്റിമീറ്റർ മഴ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, വലിയ മഴയെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 24 മണിക്കൂറിനിടയ്ക്ക് ദിവസത്തിൻ്റെ ഏത് ഭാഗത്തിലാണ് ഈ മഴ പെയ്യുന്നത്? 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ എന്നൊക്കെ ഓറഞ്ച് അലർട്ടിൻ്റെ. അപ്പോൾ അത് 24 മണിക്കൂറിലെ ഒരു ദിവസത്തെ മുഴുവനെയും കൂടിയുള്ള ഒരു മഴയുടെ കണക്കാണത്. അപ്പോൾ ഈ മഴ ഏത് സമയത്ത് പെയ്യുന്നു? അപ്പോൾ മഴ വളരെ കൂടുതൽ പെയ്യുന്ന ഏതെങ്കിലും ഒരു 3 മണിക്കൂർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ നൗകാസ്റ്റ് ഉപയോഗിച്ചത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലാവസ്ഥ സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള വളരെ സിന്തസൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് ഇത്ര അപ്ഡേറ്റ് ഫ്രീക്വൻസി ആയിട്ട് കൊടുക്കുമ്പം ഇപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് അലേർട്ടായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നുള്ളൂ. യെല്ലോ ആണെങ്കിൽ അത് സാധാരണ ഒരു കാര്യം പോലെ തന്നെ പോകുന്നു. അപ്പോൾ ഈ യെല്ലോ അലേർട്ടേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു നിരീക്ഷണത്തിൽ കൂടി അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ആ യെല്ലോ അലേർട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെയാണ് ഈ അതിനും ഉപരിയായിട്ടാണ് നമ്മൾ ഈ നൗകാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നൗകാസ്റ്റിൽ ഏത് സമയത്താണ് ഇപ്പോൾ അടുത്ത വരുന്ന 3 മണിക്കൂറിലേക്ക് എനിക്ക് അലേർട്ടൊന്നുമില്ല നൗകാസ്റ്റിൽ, അല്ലെങ്കിൽ ഗ്രീൻ കളറാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ആ ഒരു 3 മണിക്കൂറിനെ കുറിച്ച് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. യെല്ലോ ആണെങ്കിൽ അടുത്ത അലേർട്ടുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പം ചെറിയ യെല്ലോ അലേർട്ടൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾക്ക് കേരളീയർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓറഞ്ചിലേക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഇടിമിന്നലാണെങ്കിൽ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപകടകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണ് കൊടുത്തിരിക്കുന്ന വാണിംഗ് ശരിയല്ല, കുറവാണ്, ആ ലെവൽ പോരാ, നമുക്ക് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് വിളിച്ച് പറയേണ്ടവരൊക്കെ വിളിച്ച് തന്നെ പറയാറുണ്ട് നൗകാസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ അത് ആ കാര്യത്തിലൊക്കെ എന്താ പറയുക, KSDMയുടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അത് എന്താ പറയുക അതിന് തക്കതായ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാറുണ്ട്. അത് അപ്പം നമ്മളെപ്പം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അവരുടെ മെസ്സേജുകളിൽ അത് റിഫ്ലക്റ്റ് ആവും. അവരുടെ പഞ്ചായത്ത് ലെവൽ വരെയുള്ള എല്ലാവരിലേക്കും ആ മെസ്സേജസ് എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ട് കണക്റ്റഡ് ആവാതെ, അതിപ്പോൾ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകും, ഇതൊന്നുമായിട്ട് കണക്റ്റഡ് ആവാത്ത കുറച്ച് ആളുകളും ഉണ്ടാകും. പിന്നെ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഇടിമിന്നലൊക്കെ ഉള്ളെങ്കിൽ എന്താ പറയുക പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നമ്മൾ ഇടിമിന്നൽ സാഹചര്യമുണ്ട്, അപ്പോൾ നമ്മളൊരു ജില്ല മുഴുവനും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോക്കൽ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ നോക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന മഴയ്ക്ക് തൊട്ട് മുൻപാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എപ്പോഴും ചെയ്യുന്ന എന്താ കാര്യം, ഇപ്പോഴും നമ്മളെല്ലാവരും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന എന്താ, മഴയ്ക്ക് തൊട്ട് മുമ്പാണ് എല്ലാവരും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ മഴയ്ക്ക് മുൻപ് അപകടം ഉണ്ടാവും, ഇടിമിന്നൽ കൂടുതലും അങ്ങനെ വരുന്നത്, ഇതെല്ലാം അവരുടെ KSDMയുടെ മെസ്സേജസിലുണ്ട്. അപ്പോൾ മഴയ്ക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങരുതെന്ന് കൃത്യമായിട്ടും പറയും. ഇത് നമ്മളുടെ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ്, സമൂഹത്തോടും കൂടിയുള്ള ഉത്തരവാദിത്വമാണ്. എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കുക. അപ്പോൾ ഒരു കാരണമില്ലാതെ ജാഗ്രതാ നിർദ്ദേശം വരില്ല. പ്രത്യേകിച്ച് നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഒരു പക്ഷേ അവിടെ അഫക്റ്റഡ് ആയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ എന്നാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.